നേതാക്കൾക്കെതിരെ രാജ്യവ്യാപക റെയ്ഡുകളിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതേസമയം മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥുമായി ബന്ധപ്പെട്ടവരുടെ വസതികളിൽ IT റെയ്ഡ് മൂന്നാം ദിവസവും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, റെയ്ഡ് ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നിലയിലാണ് ഇടപെട്ടിരിക്കുന്നത്? ജോർജറ്റ്, ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരുടെയും വീടുകളിലും ഓഫീസുകളിലും വ്യാപകമായി IT ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നടന്ന റെയ്ഡിൽ 281 കോടി രൂപയുടെ ഹവാല ഇടപാട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡയറികളും സംശയകരമായിട്ടുള്ള കമ്പ്യൂട്ടറുകൾ, 252 കുപ്പി മദ്യം, ആയുധങ്ങൾ, അതുപോലെ തന്നെ പുലിത്തോൽ എന്നിവ ഇതുവരെ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു റെയ്ഡിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് റെയ്ഡ് തുടങ്ങിയ സമയത്ത് തന്നെ രംഗത്ത് വന്നിരുന്നു. അതായത് ഇപ്പോൾ ഈ IT ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഈ റെയ്ഡുകൾ രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJPയുടെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു റെയ്ഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ ഉൾപ്പെടെ മധ്യപ്രദേശ് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിലെ 52 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ റെയ്ഡുകൾ നടന്നു വരുന്നത്. ഇതിൽ ദില്ലി കേന്ദ്രീകരിച്ചും റെയ്ഡുകൾ നടക്കുന്നുണ്ട്. ഈ ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്ന റെയ്ഡിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കളിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന ഈ ഒരു തെരച്ചിലിൽ 14.6 കോടി രൂപ പണമായി തന്നെ ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 20 കോടി രൂപ ഇന്നലെ രാത്രി വൈകിയും നടന്ന തെരച്ചിലിൽ 20 കോടിയുടെ ഒരു ഹവാല പണം ദില്ലി കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് നൽകിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഇത് തുക്ലക് റോഡിൽ ഉള്ള ഒരു പ്രമുഖ വ്യക്തിയുടെ വീട്ടിൽ നിന്നുമാണ് ഈ 20 കോടി ഹവാല പണം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് നൽകിയതിന്റെ തെളിവുകൾ കണ്ടെത്തിയത്. ഇതെല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്നാൽ കോൺഗ്രസ് ഉന്നയിച്ച പോലെ തന്നെ ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇലക്ഷന്റെ സമയമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു തെരച്ചിലാണെന്നുള്ള വാദവും ശക്തമാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു തെരച്ചിലിൽ കടുത്ത നടപടിയുമായി ഇലക്ഷൻ കമ്മീഷൻ തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ചെയർമാനെയും അതുപോലെ തന്നെ റവന്യൂ സെക്രട്ടറിയെയും ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് വിളിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു തെരച്ചിലിന്റെ വിശദാംശങ്ങൾ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിൽ നടത്തുന്ന റെയ്ഡുകളുടെ വിശദാംശങ്ങൾ തേടും. അതുപോലെ തന്നെ ഈ റെയ്ഡിൽ കണ്ടെത്തിയ വസ്തുതകളുടെയും വിശദാംശങ്ങൾ തേടുന്നതിനായിട്ടാണ് ഇപ്പോൾ ഈ രണ്ടുപേരെയും, അതായത് ആദായ നികുതി വകുപ്പ് ചെയർമാനെയും റവന്യൂ സെക്രട്ടറിയെയും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇവർ വ്യക്തമാക്കും. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു 20 കോടിയുടെ ഹവാല പണം ഏത് പാർട്ടിയുടെ ഓഫീസിലേക്കാണ് നൽകിയത്, അതോടൊപ്പം തന്നെ ഈ ഒരു ഹവാല പണം തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായി ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഹവാല ഇടപാടുകൾ അത്രയും നടന്നത് എന്നും IT ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പണമെറിഞ്ഞ സീറ്റുകൾ പിടിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ നീങ്ങുന്നുണ്ട് എന്ന ഒരു വിശദാംശം IT ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ കൂടുതൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തു തന്നെയായാലും ഈ ഇലക്ഷൻ കമ്മീഷൻ ഇവര് നടത്തുന്ന അന്വേഷണത്തിൽ നിന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് ഈ ഹവാല പണം പോയത് എന്നതിനുള്ള തെളിവുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു റെയ്ഡ് കോൺഗ്രസിനെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതിലടക്കം ഒരു വ്യക്തത ഇന്നുണ്ടാകും ജോർജറ്റ്. അതായത് കോൺഗ്രസിനെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഒരു റെയ്ഡ്, അതാണ് ഏറെ സംശയങ്ങൾക്ക് കാരണമാകുന്നത്. ഏതെങ്കിലും തെളിവുകളുടെയോ പരാതികളുടെ അടിസ്ഥാനത്തിലാണോ റെയ്ഡുകൾ ആരംഭിച്ചത്? വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നു, തുടർമാനമായ ദിവസങ്ങളിൽ റെയ്ഡുകൾ നടക്കുന്നു. 50-ലധികം കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്, അതും കോൺഗ്രസിന്റെ മാത്രം കേന്ദ്രങ്ങളിൽ. ഇതിനെതിരെയാണ് കോൺഗ്രസ് പ്രത്യാരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജോർജറ്റ്, കഴിഞ്ഞ 3 ദിവസമായി നടക്കുന്ന ഈ ഒരു റെയ്ഡ് കോൺഗ്രസിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡുകൾ അത്രയും നടക്കുന്നത്. അതുതന്നെയാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നതും. ഈ 3 ദിവസങ്ങളിലായി നടന്ന റെയ്ഡുകളിൽ കോൺഗ്രസുകാരെ മാത്രം ലക്ഷ്യം വെക്കുന്നു. അതേസമയം രാജ്യത്ത് തന്നെ ഏറ്റവും പണമുള്ള ഒരു പാർട്ടിയാണ് BJP. ഈ BJPയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിലോ വസതികളിലോ പോലും ഒരു റെയ്ഡ് പോലും നടത്താൻ ഇതുവരെ IT ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിട്ടില്ല.
ഈ എന്തുകൊണ്ട് അങ്ങനെ തയ്യാറാകുന്നില്ല? BJPയുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ മാത്രം എന്തുകൊണ്ട് റെയ്ഡുകൾ നടത്തുന്നില്ല? ഈ ആദായ നികുതി വകുപ്പ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പണം ഒഴുകുന്നുണ്ടെങ്കിൽ BJP ഇപ്പോൾ തന്നെ പരസ്യങ്ങൾക്കായും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായും വൻതോതിൽ പണം ചെലവഴിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു അന്വേഷണം നടത്താൻ IT ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകുന്നില്ല. പകരം കോൺഗ്രസിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് IT ഡിപ്പാർട്ട്മെന്റ് നീങ്ങുന്നു എന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ശക്തമായ ആരോപണം. ഈ ഒരു ആരോപണം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനും ഒരു ശക്തമായ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഈ ഒരു ആരോപണത്തിന്റെ വസ്തുത കൂടി ഇപ്പോൾ ഇന്ന് ആദായ നികുതി വകുപ്പ് ചെയർമാനെയും അതുപോലെ തന്നെ റവന്യൂ സെക്രട്ടറിയെയും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ അവരോട് നേരിട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യങ്ങൾ അത്രയും അന്വേഷിക്കും. അതായത് കോൺഗ്രസ് ഉന്നയിക്കുന്ന പോലെ എന്തുകൊണ്ട് കോൺഗ്രസിനെ മാത്രം ആദായ നികുതി വകുപ്പ് ലക്ഷ്യം വെക്കുന്നു, മറ്റ് ഒരു പാർട്ടിയെ കുറിച്ചും ഇവർ അന്വേഷിക്കുന്നില്ല, അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഈ ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇവരോട് ആരായിരിക്കും? അത് തന്നെയാണ് നേരത്തെ ഈ കർണാടകയിൽ റെയ്ഡ് നടന്നിരുന്നു. JDSന്റെ അടക്കമുള്ള നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടന്നിരുന്നു. ആന്ധ്രാപ്രദേശിലും സമാനമായ സാഹചര്യങ്ങളിൽ റെയ്ഡ് ഉണ്ടായിരുന്നു. ചന്ദ്രബാബു നായിഡു അടക്കമുള്ള ആളുകൾ അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ 20 കോടി ഹവാല പണം ഒരു പാർട്ടി ഓഫീസിലേക്ക് എത്തിയെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. ഏത് തരത്തിലുള്ള തെളിവുകളാണ്, സൂചനകളാണ് ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത്? ഈ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഓഫീസ് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണോ? ജോർജ്, ഇന്നലെ രാത്രി വൈകി നടന്ന തെരച്ചിലാണ് ദില്ലിയിലെ തുഗ്ലക് റോഡിലുള്ള ഒരു പ്രമുഖ വ്യക്തിയുടെ വസതിയിൽ നടന്ന തെരച്ചിലാണ് ഈ 20 കോടിയുടെ ഒരു ഹവാല പണം ദില്ലിയിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ദില്ലിയിലെ ആസ്ഥാനത്തേക്ക് നൽകിയിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ ലഭിച്ചത്. ഈ ഒരു വ്യക്തമായ തെളിവുകൾ ലഭിക്കുമ്പോഴും ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്കാണ് നൽകിയത് എന്ന് ഇതുവരെ ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല. എന്തു തന്നെയായാലും ഇപ്പോൾ ഈ നടക്കുന്ന റെയ്ഡുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇത് കോൺഗ്രസിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ ഒരു അന്വേഷണത്തിന് പിന്നാലെ 20 കോടി ഹവാല പണം രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് നൽകി എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ കോൺഗ്രസിലെ തന്നെ ചില ഉന്നത നേതാക്കളിലേക്കും അന്വേഷണം എത്തി നിൽക്കുന്നു എന്ന സൂചനകൾ, വ്യക്തമായ സൂചനകൾ IT ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുമുണ്ട്. അതുതന്നെയാണ് ഇവിടെ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. ഈ ഒരു ഇലക്ഷൻ സമയത്ത്, തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെ ഇങ്ങനെ ഹവാല ഇടപാടിൽ കുടുക്കിക്കൊണ്ട് കൂടുതൽ പ്രതിരോധത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യവുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ റെയ്ഡും അതിന് പിന്നിലെ രാഷ്ട്രീയമൊക്കെ ഒരു രാഷ്ട്രീയ നീക്കങ്ങളായി തന്നെ കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഈ ഹവാല പണം തെരഞ്ഞെടുപ്പിൽ ഒഴുക്കുന്നു എന്നത് സംബന്ധിച്ച സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട സാഹചര്യത്തിൽ ആ തരത്തിൽ പണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒഴുകുന്നു എന്ന സൂചനകൾ ലഭ്യമാണോ? തീർച്ചയായും ജോർജ്, നേരത്തെ ആദായ നികുതി വകുപ്പും വ്യക്തമാക്കിയത് ഈ ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യാപകമായ തോതിൽ ഹവാല പണം ഒഴുകുന്നുണ്ട്. പണം നൽകിക്കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം പാർട്ടികളുടെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഈ ഒരു കോൺഗ്രസ് പാർട്ടിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന റെയ്ഡുകളെ കോൺഗ്രസ് ഇത് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിച്ചാൽ പോലും അതിനപ്പുറം നിൽക്കുന്ന ചില വസ്തുതകളാണ് ഇവിടെ ഇപ്പോൾ 282 കോടി രൂപയുടെ ഹവാല പണം ഇടപാട് കണ്ടെത്തിയിരിക്കുന്നു. ഇതിന് പിന്നിൽ ശക്തമായ ഒരു ശൃംഖല സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും എല്ലാം ഉൾപ്പെടുന്ന ശക്തമായ ഒരു ശൃംഖല ഈ ഒരു ഹവാല ഇടപാടിന് പിന്നിലുണ്ടെന്ന് കണ്ടെത്തുന്നു. അതോടൊപ്പം വിഷ്ണു, ദയവായി തുടരുക. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, കമൽനാഥിന്റെ വസതിയിലടക്കം റെയ്ഡ് തുടരുകയായിരുന്നു. ഇപ്പോൾ 3-ാം ദിവസവും റെയ്ഡ് തുടരുന്നു. 20 കോടിയുടെ ഹവാല പണം ദില്ലി കേന്ദ്രീകൃതമായ ഒരു പാർട്ടി ഓഫീസിലേക്ക്, പേര് പറയാത്ത ഒരു പാർട്ടി ഓഫീസിലേക്ക് എത്തി എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇക്കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണവുമായി നീങ്ങുന്ന സാഹചര്യം. എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നത്? പ്രത്യേകിച്ച് BJPക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലാണ് ഇത്തരം റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. അത് BJP ഒരിക്കലും ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് ശരിയല്ല. എതിരാളികളെ ഏത് വിധേനയും ക്രിമിനൽ കേസിലൊക്കെ ഉൾപ്പെടുത്തിയും അവരുടെ ഇതുപോലെ റെയ്ഡ് നടത്തിയും പേടിപ്പിച്ചും കൂടെ നിൽക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ വോട്ട് പിടിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും മൗഢ്യമാണ്. ഒരു കാരണവശാലും ഒരു സ്വതന്ത്ര ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരം നടപടികൾക്ക് ഇതൊക്കെ ഒരു പിൻവാതിൽ നടപടികളാണ്. ഇത്തരം നടപടികൾക്ക് യാതൊരു സാധ്യതയുമില്ല.
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീർച്ചയായിട്ടും കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് പിടിക്കണം, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ അത് ഒരു പാർട്ടിയുടേത് മാത്രമാവരുത്. ഇവിടെ BJP കള്ളപ്പണം ഇല്ലെന്ന് ആരാ പറഞ്ഞത്? യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അല്ലാതെ ഇപ്പൊ നോക്കിക്കേ, തെരഞ്ഞെടുപ്പിന് ലോകം ഇന്ത്യ മുഴുക്കിയും പണം ഒഴുക്കുകയല്ലേ. അപ്പോ ഏകപക്ഷീയമായി ഒരു കൂട്ടരെ മാത്രം തെരഞ്ഞു പിടിച്ച് ഇതുപോലെ റെയ്ഡ് നടത്തി ഭീഷണിപ്പെടുത്തി കൂടെ നിൽക്കുന്നവരെ വിരട്ടി വോട്ട് പിടിക്കാമെന്നും രാഷ്ട്രീയമായി ഇല്ലാതാക്കാമെന്നും കരുതുന്നത് തീർച്ചയായിട്ടും ഭൂഷണമല്ല. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒട്ടും ഭൂഷണമല്ല ഇത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചില തെളിവുകൾ കൂടി പുറത്തു വന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പണമിടപാടുകളെ സംബന്ധിച്ചുള്ള സൂചനകൾ, 281 കോടിയുടെ ഹവാല ഇടപാടുകൾ നടന്നതിനെ പറ്റി സൂചനകൾ, 20 കോടി പാർട്ടി ആസ്ഥാനത്തേക്ക് കൈമാറി എന്നുള്ളതിന്റെ സൂചനകൾ. ഇത് കോൺഗ്രസ് ആണെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇത് സംബന്ധിച്ചാണ് ആദായ നികുതി വകുപ്പ് ചെയർമാനോടും റവന്യൂ സെക്രട്ടറിയോടും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മീറ്റിംഗ് കൂടുകയും ഇക്കാര്യങ്ങളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ആരായുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇത് പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതും ഒരു വസ്തുത തന്നെയല്ലേ? ഈ തെളിവുകൾ പുറത്തു വരുമ്പോൾ അത് ആ തരത്തിൽ കോൺഗ്രസിന് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്നതല്ലേ? അതെ, കോൺഗ്രസ് ഇതിനെ വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കേണ്ടതാണ്. അതിനവർക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ദയനീയമെന്നേ പറയാൻ പറ്റൂ. പക്ഷേ യെദ്യൂരപ്പയുടെ ഡയറി കുറിപ്പിൽ വന്നാണല്ലോ 1800 കോടി രൂപയുടെ കാര്യമാണെന്ന് വന്നത്. അതേക്കുറിച്ച് ആരും അനങ്ങിയിട്ടില്ല. BJPയുടെ മുൻ മുഖ്യമന്ത്രിയാണ് യെദ്യൂരപ്പ. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളാണ് ഒരു പ്രസിദ്ധീകരണത്തിൽ വളരെ വിശദമായി അതിന്റെ എല്ലാ രേഖകളോടും കൂടിയും വന്നത്. അതേക്കുറിച്ച് അന്വേഷണവുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്നത് രാഷ്ട്രീയമായി ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അതിനോടാണ് എനിക്ക് എതിർപ്പ്. കള്ളപ്പണം വെക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. അത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്നതിനോടും യാതൊരു യോജിപ്പും എനിക്കില്ല. പക്ഷേ അതിന് ഒരു ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. വളരെ വ്യക്തമാണ്. ഏകപക്ഷീയമായ റെയ്ഡാണ് ഇപ്പോൾ നടക്കുന്നത്. രാഷ്ട്രീയമായി എതിരാളികളെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് റെയ്ഡ് തുടരുന്നത്. കള്ളപ്പണം ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കേണ്ടതും ആവശ്യമാണ് എന്ന നിരീക്ഷണമാണ് ഇപ്പോൾ ജേക്കബ് ജോർജ് നൽകിയിരിക്കുന്നത്. വിഷ്ണു ഒരിക്കൽ കൂടി ചേരുകയാണ്. വിഷ്ണു, റെയ്ഡ് ഇനിയും വരും ദിവസങ്ങളിലും തുടരും എന്നുള്ള സൂചനകൾ തന്നെയാണോ? തീർച്ചയായും ജോർജ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് വരും ദിവസങ്ങളിലും ഈ റെയ്ഡ് തുടരും. അതായത് ഇതുവരെ ചില രേഖകൾ ഇവരുടെ ചില രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിൽ നിന്നും കമ്പ്യൂട്ടറുകളും ചില രേഖകളും ഡയറി കുറിപ്പുകളും കണ്ടെടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതായത് ഈ ചില ഡയറികളിൽ നടന്ന ചില പണമിടപാടുകളുടെ രേഖകൾ ഡയറി കുറിപ്പുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഓഫീസുകളിലേക്ക് റെയ്ഡുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ രേഖകളിൽ നിന്നുമാണ് ചില കോൺഗ്രസിലെ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്നത്. അവരുടെ വസതികളിലും വരും ദിവസങ്ങളിൽ തന്നെ അന്വേഷണം എത്തി നിൽക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അത്രയും എന്തു തന്നെയും ഇന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആദായ നികുതി വകുപ്പ് ചെയർമാനെയും അതുപോലെ തന്നെ റവന്യൂ സെക്രട്ടറിയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇവരോട് ഈ റെയ്ഡുകളുടെ കാര്യങ്ങൾ തിരക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളെ കുറിച്ചും അന്വേഷിക്കും. ഈ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ ഒരു വരും ദിവസങ്ങളിൽ ഈ റെയ്ഡ് ഏത് തരത്തിൽ നടക്കും എന്നുള്ളതിൽ നമുക്കൊരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. വിഷ്ണു, റെയ്ഡുകൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇക്കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നു. ഇത് തുടർച്ചയായ ദിവസങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. ഇന്ന് നടന്ന ഈ റെയ്ഡുകളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ച ശേഷമായിരിക്കുമോ നടന്നിരിക്കുന്നത്? ജോർജ്, ആ ഒരു കാര്യത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ ഇത് അറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഇങ്ങനെയുള്ള റെയ്ഡുകളെ കുറിച്ച് നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കണമെന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു 3 ദിവസമായി റെയ്ഡ് തുടർന്നു വരികയാണ്. ഇന്നലെ അർദ്ധരാത്രി പോലും ദില്ലിയിൽ കേന്ദ്രീകരിച്ച് ചില പ്രമുഖ വ്യക്തികളുടെ വീടുകളിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു. ഇന്നലെ ആ അർദ്ധരാത്രി നടത്തിയ റെയ്ഡുകളിൽ നിന്നാണ് ഈ ഒരു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 20 കോടിയുടെ രേഖകൾ അത്രയും കണ്ടെടുത്തത്. ഈ ഒരു റെയ്ഡുകൾ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിരുന്നു എന്നതിൽ നമുക്ക് ഇന്ന് കൂടുതൽ വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു. അത് ഇന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇലക്ഷൻ കമ്മീഷൻ ഇവരെ വിളിച്ചു വരുത്തി ഈ ചില കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ ഒരു അന്വേഷണത്തിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തിലും വ്യക്തത വരുത്താൻ കഴിയൂ. അതായത് നേരത്തെ കോൺഗ്രസ് എല്ലാം തന്നെ ആരോപിക്കുന്ന പോലെ BJP എന്ന പാർട്ടിയെ ഒഴിച്ചു നിർത്തി മറ്റു പാർട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ IT ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡുകൾ അത്രയും നടക്കുന്നത്.
ഇതിലെ ഒരു അതൃപ്തി. അതുകൊണ്ട് തന്നെ ഇത് ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചുകൊണ്ടാണോ ഈ ഒരു BJP മാത്രം ഒഴിച്ചു നിർത്തിക്കൊണ്ട് മറ്റു പാർട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ തെരച്ചിലുകൾ അത്രയും നടത്തുന്നത് എന്നതിൽ ഇന്നിപ്പോൾ ഇവർ തമ്മിൽ നടത്തുന്ന ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാത്രമേ നമുക്ക് ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. ജോർജ്, വ്യക്തമാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യം വെച്ച് നടക്കുന്ന രാജ്യവ്യാപക റെയ്ഡുകളിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നു. അതേസമയം മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥുമായി ബന്ധപ്പെട്ടവരുടെ വസതികളിൽ IT റെയ്ഡ് 3-ാം ദിവസവും തുടരുകയാണ്. വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം, ഇടവേള. കാലിത്തീറ്റ കുംഭകോണ കേസിൽ RJD നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ ജാമ്യാപേക്ഷയെ CBI എതിർത്തു. ലാലു ജാമ്യാപേക്ഷ നൽകിയിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായാണ് ലാലു ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ആശുപത്രിയിൽ ഇരുന്ന് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയാണ് ലാലു. അതിനാൽ ലാലുവിന് ജാമ്യം നൽകരുത് എന്നാണ് CBIയുടെ ആവശ്യം. സർവേ ഫലങ്ങളെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2004-ലേതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി. തട്ടിക്കൂട്ട് സർവേകൾ കൊണ്ട് താഴെയുള്ളവർ മുകളിൽ വരില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം 2004-നേക്കാളും കൂടുതൽ 18-നേക്കാളും കൂടുതൽ സീറ്റുകളാണ് LDFന് നൽകാൻ പോകുന്നത്. തിരുവനന്തപുരത്തൊക്കെ അതിൻ്റെതായ മാറ്റങ്ങളാണ് ഇപ്പോൾ പ്രകടമായിട്ടുള്ളത്. ഇപ്പൊ നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും വലിയ തോതിലുള്ള ഉണർവാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് C. ദിവാകരൻ വന്നതോടെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം ഈ നാടിന്റെ പ്രിയപ്പെട്ടൊരു നായകനാണ്. എല്ലാ കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ഇടപെടാൻ ശേഷിയുള്ള, ദീർഘകാലമായി തൊഴിലാളി നേതാവായിരിക്കുന്ന, ചെറുപ്പനാൾ തൊട്ട് പൊതുപ്രവർത്തനത്തിലുള്ള, എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലപാടെടുത്തു പോകുന്ന, ഒരു ഘട്ടത്തിലും വർഗീയതയുമായി സമരസപ്പെടാത്ത C. ദിവാകരനെ വിജയിപ്പിക്കാനുള്ള അത്യന്തം ഉത്സാഹത്തോടെയുള്ള തയ്യാറെടുപ്പിലാണ് മണ്ഡലമാകെയുന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല എന്ന് VS അച്യുതാനന്ദൻ. ശത്രു വാതുക്കൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ എല്ലാവരും താരപ്രചാരകരാണെന്ന് VS ഫേസ്ബുക്കിലൂടെ പറഞ്ഞു. ആസുരമായ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണത്. പ്രചരിപ്പിക്കാനുള്ളത് സംശുദ്ധമായ ആശയങ്ങളാകുമ്പോൾ എല്ലാവരും താരപ്രചാരകർ തന്നെയെന്ന് VS പറഞ്ഞു. ഇടവേള. ഒരു വാർത്തയിലേക്ക്. അഭയ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. 1ഉം 3ഉം പ്രതികളായ ഫാദർ തോമസ് M. കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വിധിച്ചു. ഇരുവർക്കുമെതിരെ തെളിവുണ്ടെന്ന് വിലയിരുത്തിയാണ് ഉത്തരവ്. 2ാം പ്രതി ഫാദർ ജോസ് പുതുക്കയിലിനെ വിചാരണ കൂടാതെ വെറുതെ വിട്ട CBI കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KT മൈക്കിളിനെ പ്രതി ചേർത്ത നടപടി കോടതി റദ്ദാക്കി. ഗാർഹിക പീഡനത്തിന് ഇരയായ സ്ത്രീക്ക് താമസിക്കുന്ന സ്ഥലത്ത് തന്നെ കേസ് കൊടുക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവ്. പീഡനത്തിനിരയായി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന സ്ത്രീകൾക്ക് അവർ താമസിക്കുന്ന പ്രത്യേക താമസ കേന്ദ്രത്തിന്റെയോ രക്ഷിതാക്കളുടെയോ വീടിന്റെയോ നിയമപരിധിയിൽ കേസ് നൽകാനാകും. ഗാർഹിക പീഡനം നടന്ന സ്ഥലത്തെ നിയമപരിധിയിൽ തന്നെ കേസ് കൊടുക്കണമോ എന്ന തർക്കത്തിലാണ് സുപ്രീം കോടതി വ്യക്തത വരുത്തിയത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് വിധി. അഭയ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി. 1ഉം 3ഉം പ്രതികളായ ഫാദർ തോമസ് M. കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വിധിച്ചു. ഇരുവർക്കുമെതിരെ തെളിവുണ്ടെന്ന് വിലയിരുത്തിയാണ് ഉത്തരവ്. 2ാം പ്രതി ഫാദർ ജോസ് പുതുക്കയിലിനെ വിചാരണ കൂടാതെ വെറുതെ വിട്ട CBI കോടതി ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KT മൈക്കിളിനെ പ്രതി ചേർത്ത നടപടി കോടതി റദ്ദാക്കി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് രാഹുൽ ഗാന്ധിയുടെ അമേഠി. വളർത്തുമൃഗങ്ങൾക്കൊപ്പമാണ് പലയിടത്തും ഇവിടെ മനുഷ്യവാസം. പ്രധാന നഗരമായ
ജയാസിന് സമീപത്തെ 5 ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ നടപ്പാത മാത്രമാണ് ആശ്രയം. 8 മണിക്കൂർ മാത്രമാണ് വൈദ്യുതി ലഭ്യമാകുക. 400 കുടുംബങ്ങൾ ഒരേ ഒരു സർക്കാർ കുഴൽക്കിണറിനെ ആശ്രയിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. 5 ചെറുഗ്രാമങ്ങളിലേക്കുള്ള വഴികൾ സംഗമിക്കുന്നയിടത്താണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം 2000-ഓളം പേരാണ് ഈ 5 ചെറുഗ്രാമങ്ങളിലായി താമസിക്കുന്നത്. സഫു, പന്നു, ഔലാദ്, ജാക്കിജാൻ, നേവാസ് 5 ഗ്രാമങ്ങൾ. അമേഠിയിലെ പ്രധാന നഗരമായ ജായസിനടുത്താണെങ്കിലും മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും തീണ്ടാപ്പാടകലെ. ഈ ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ നന്നേ ഇടുങ്ങിയ നടപ്പാത മാത്രമാണ് ആശ്രയം. ജായസിലേക്കും വഴി ഇടുങ്ങിയത് തന്നെ. അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയിൽ പോകാൻ പോലും വാഹനം കടന്നു ചെല്ലാത്തവയാണ് ഇവിടുത്തെ റോഡുകൾ. നല്ല റോഡിനു വേണ്ടി പരാതിയുമായി മുട്ടിവിളിക്കാത്ത വാതിലുകളില്ല. എന്നാൽ പരിഹാരം മാത്രം അകലെ. 400-ഓളം കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നു. ഈ കാണുന്ന ഒരേ ഒരു സർക്കാർ കുഴൽക്കിണറിനെ ആശ്രയിച്ചാണ് 2000-ഓളം പേർ ജീവിതം തള്ളി നീക്കുന്നത്. 8 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് വൈദ്യുതി ലഭിക്കുന്നത്. एक दिन में लगभग 8-10 घंटा जरूर रहते हैं। स्कूल यहाँ नहीं है। अब स्कूल बच्चों को पढ़ाई के लिए जो है दूर ले जाना पड़ता है और रोड साइड से है, इसलिए जो है छोटे छोटे बच्चे सब ऐसे घूमते हैं. റോഡിനടുത്തുള്ള അഴുക്കുചാലിൽ മഴക്കാലത്ത് അരപ്പൊക്കത്തിൽ വെള്ളമുയരും. ഇതോടെ കാൽനടയും ദുരിതമാകും. ഇതിനേക്കാൾ ദുരിതമാണ് സമീപ ഗ്രാമമായ ഖറോളിയിലെ അവസ്ഥ. ആടുമാടുകൾക്കൊപ്പമാണ് മനുഷ്യവാസം. ആ കാണുന്ന മുറിയിൽ ചാന്ദ് മുഹമ്മദും ഭാര്യയും 3 മക്കളും തലചായ്ക്കും. ഇടതുവശത്ത് 2 വളർത്താടുകളും. ചാന്ദ് മുഹമ്മദിന്റെ അയൽക്കാരൻ രാംചരന്റെ വീട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഭിത്തിമറ പോലുമില്ലാതെ 2 എരുമകൾക്കൊപ്പമാണ് 18 മാസമായി ഇദ്ദേഹത്തിന്റെ താമസം. ഇതാണ് രാഹുലിന്റെ അമേഠി. മനുഷ്യനും മൃഗവും ഒറ്റ കൂരയ്ക്ക് കീഴിലാണ് ഇവിടെ താമസം. അമേഠിയിലെ ഖറോളി ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി.